PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 15 പുറത്തിറങ്ങിയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ പുതിയ CRT ചാപ്റ്ററുകളുടെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് കിടക്കാം. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യന്മാരാര്? പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യന്മാരാണ് ആര്? പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനാര്? വാസ്കോഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനാര്? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ കോഴിക്കോട് സമീപമുള്ള കാപ്പാട് എത്തിയ വർഷം 1498 കേട്ടോ. വാസ്കോഡ ഗാമ കോഴിക്കോട് സമീപമുള്ള കാപ്പാട് കടപ്പുറത്ത് എത്തിയ വർഷം 1498. വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്താനായി യാത്ര ചെയ്ത കപ്പലുകളവ സാവോ ഗബ്രിയേലും സാവോ റാഫേൽ ബെറിയോ. വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്താനായി യാത്ര ചെയ്ത കപ്പലുകളവ സാവോ ഗബ്രിയേലും സാവോ റാഫേലും ബെറിയോ. പോർച്ചുഗീസുകാർ ആദ്യമായി കോഴിക്കോട് എത്തുമ്പോൾ വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അറബികൾ. പോർച്ചുഗീസുകാർ ആദ്യമായി കോഴിക്കോട് എത്തുമ്പോൾ വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അറബികൾ. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ എത്ര ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് വാസ്കോഡ ഗാമയും സംഘവും ആദ്യ തവണ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്? 60 ഇരട്ടിയിലധികം. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ എത്ര ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് വാസ്കോഡ ഗാമയും സംഘവും ആദ്യ തവണ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്? 60 ഇരട്ടിയിലധികം കേട്ടോ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ കാർഷിക വിഭവങ്ങളേവ? കശുമാവ്, അതായത് പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ കാർഷിക വിഭവങ്ങളേവ? കശുമാവ് അഥവാ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ച യൂറോപ്യന്മാരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ച യൂറോപ്യന്മാരാണ്? പോർച്ചുഗീസുകാർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ് കേട്ടോ. സ്ഥാപിച്ച യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായ ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങളേവ? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായ ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങളേവ? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ച യൂറോപ്യന്മാരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ച യൂറോപ്യന്മാരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ച പ്രധാന കലാരൂപങ്ങൾ ഏതെല്ലാം? ചവിട്ടുനാടകം, മാർഗംകളി. പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ച പ്രധാന കലാരൂപങ്ങൾ ഏതെല്ലാം? ചവിട്ടുനാടകം, മാർഗംകളി. ഇന്ത്യയിൽ യൂറോപ്യൻ ശൈലിയിലെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിക്കുകയും ചെയ്ത വിദേശികളാര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ യൂറോപ്യൻ ശൈലിയിലെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിക്കുകയും ചെയ്ത വിദേശികളാര്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരാര്? ഡച്ചുകാർ കേട്ടോ. അപ്പോൾ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരാരാണ്? ഡച്ചുകാരാണ് കേട്ടോ. ഏത് രാജ്യത്ത് നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ? ഹോളണ്ട് അഥവാ നെതർലാൻഡ്. ഏത് രാജ്യത്തിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ? ഹോളണ്ട് അഥവാ നെതർലാൻഡ്സ്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമേത്? 1741 കുളർച്ചൽ യുദ്ധം. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമേത്? 1741 കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് ജില്ലയിലാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ കേട്ടോ. കുളച്ചൽ യുദ്ധം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് ജില്ലയിലാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരി. ഡച്ചുകാർക്ക് ശേഷം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആര്? ഇംഗ്ലീഷുകാർ. അപ്പോൾ ഡച്ചുകാർക്ക് ശേഷം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരാണ്? ഇംഗ്ലീഷുകാരാണ് കേട്ടോ. വ്യാപാരത്തിനായി ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാർ ആര്? ഫ്രഞ്ചുകാർ കേട്ടോ. അപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യാപാരത്തിനായി ഇന്ത്യയിൽ വന്നിട്ടുള്ള യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. ദക്ഷിണേന്ത്യയുടെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായി നടന്ന യുദ്ധം കർണാട്ടിക് യുദ്ധം. അതായത് ദക്ഷിണേന്ത്യയുടെ ആധിപത്യത്തിനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായിട്ട് നടന്നിട്ടുള്ള യുദ്ധങ്ങളെയാണ് എന്ത് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കേട്ടോ. കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതിനെ തുടർന്ന് ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഏതൊക്കെ പ്രദേശങ്ങളിലായി ചുരുങ്ങി? പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതിനെ തുടർന്ന് ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഏതൊക്കെ പ്രദേശങ്ങളിലായിട്ടാണ് ചുരുങ്ങിയത്? പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. കർണാട്ടിക് എന്നറിയപ്പെട്ട പ്രദേശം ഏത്? ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖല കേട്ടോ. അപ്പോൾ കർണാട്ടിക് എന്നറിയപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെ? ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശത്തിൻ്റെ തെക്കൻ തീര
പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖല. എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്? 3 കേട്ടോ. എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്? 3. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിനായി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷമേത്? 1600. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിനായി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷമേത്? 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിന് ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവട താവളം സ്ഥാപിക്കാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിന് ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്താവളം സ്ഥാപിക്കാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമേത്? 1757 പ്ലാസി യുദ്ധം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം 1757 പ്ലാസി യുദ്ധം കേട്ടോ. പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബ് സിറാജ് ഉദ് ദൗള. പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബ് സിറാജ് ഉദ് ദൗള. ഏത് യുദ്ധത്തിലെ വിജയത്തോടെയാണ് ബീഹാർ, ബംഗാൾ, ഒഡീഷ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയത്? 1764 ബസ്കാർ യുദ്ധത്തിൽ കേട്ടോ. ഏത് യുദ്ധത്തിലെ വിജയത്തോടെയാണ് ബീഹാർ, ബംഗാൾ, ഒഡീഷ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയത്? 1764 ബസ്കാർ യുദ്ധം. മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബ് ഷൂജ ഉദ് ദൗള, ബംഗാളിലെ നവാബ് മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ച യുദ്ധമേത്? 1764 ബസ്കാർ യുദ്ധം. മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബ് ഷൂജ ഉദ് ദൗള, ബംഗാളിലെ നവാബ് മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ച യുദ്ധമേത്? 1764 ബസ്കാർ യുദ്ധം. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഇന്ത്യയെ ഞാൻ പിടിച്ചടക്കാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി ആര്? റോബർട്ട് ക്ലൈവ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഇന്ത്യയെ ഞാൻ പിടിച്ചടക്കാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി ആര്? റോബർട്ട് ക്ലൈവ്. തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ 1639 ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രാദേശിക രാജാവാര്? ദമർല വെങ്കടാദ്രി നായക. തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ 1639 ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രാദേശിക രാജാവാര്? ദമർല വെങ്കടാദ്രി നായക. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിക്കുകയും പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയും ചെയ്ത ഇന്ത്യയിലെ പ്രദേശമേത്? മുംബൈ. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിക്കുകയും പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയും ചെയ്ത ഇന്ത്യയിലെ പ്രദേശമേത്? മുംബൈ. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയേത്? വില്യം കോട്ട. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയേത്? വില്യം കോട്ട. വില്യം കോട്ട സ്ഥിതി ചെയ്ത പ്രദേശം ക്രമേണ പട്ടണമായി മാറി പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടു? കൽക്കട്ട കേട്ടോ. വില്യം കോട്ട സ്ഥിതി ചെയ്ത പ്രദേശം ക്രമേണ പട്ടണമായി മാറിയിട്ട് പിന്നീട് അത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കൽക്കട്ട. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായ മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടന്ന യുദ്ധങ്ങളേവ? ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായ മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടന്ന യുദ്ധങ്ങളേവ? ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ സേനയെ നയിച്ചത് ആരെല്ലാം? ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും. മൈസൂർ സേനയെ നയിച്ചത് ആരെല്ലാം? ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും. ഹൈദരാലി മരണമടഞ്ഞ വർഷമേത്? 1782. ഹൈദരാലി മരണമടഞ്ഞ വർഷമേത്? 1782. ചെറിയൊരു ബോക്സിൽ കുഞ്ഞാലി വരയ്ക്കാം. കോഴിക്കോട് സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകാത്തതിനാൽ സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മലയ്ക്കന്മാരിൽ നിന്ന് പോർച്ചുഗീസുകാർ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചത് കുഞ്ഞാലി മരയ്ക്കാരാണ്. അതായത് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്തിട്ട് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാരാണ്. കുഞ്ഞാലി മരയ്ക്കാൽ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. വ്യത്യസ്ത കാലങ്ങളിലായി 4 പേർ ഈ സ്ഥാനം അലങ്കരിച്ചു. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. വ്യത്യസ്ത കാലങ്ങളിലായിട്ട് 4 പേർ ഈ സ്ഥാനം അലങ്കരിച്ചു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു കേട്ടോ. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു.
അപ്പോൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട 4ാം മൈസൂർ യുദ്ധം നടന്ന വർഷം ഏത്? 1799. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട 4ാം മൈസൂർ യുദ്ധം നടന്ന വർഷം ഏത്? 1799. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? കോൺവാലിസ് പ്രഭു. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? കോൺവാലിസ് പ്രഭു. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒഡീഷ. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒഡീഷ. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചത് ഏത് സംവിധാനത്തിലാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചത് ഏത് സംവിധാനത്തിലാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വിളവിലെ ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകേണ്ടിയിരുന്നത് ഏത് നികുതി സമ്പ്രദായത്തിലാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വിളവിലെ ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകേണ്ടിയിരുന്നത് ഏത് നികുതി സമ്പ്രദായത്തിലാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ദക്ഷിണേന്ത്യ ഡക്കാൻ പ്രദേശങ്ങളിലെ 1820 അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായം ഏത്? റയറ്റ് വാരി സമ്പ്രദായം. ദക്ഷിണേന്ത്യ ഡക്കാൻ പ്രദേശങ്ങളിൽ 1820 അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായം ഏത്? റയറ്റ് വാരി സമ്പ്രദായം. റയറ്റ് വാരി സമ്പ്രദായത്തിന് രൂപം നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. റയറ്റ് വാരി സമ്പ്രദായത്തിന് രൂപം നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ച് അവരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചത് ഏത് സമ്പ്രദായത്തിലാണ്? റയറ്റ് വാരി സമ്പ്രദായം. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ച് അവരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചത് ഏത് സമ്പ്രദായത്തിലാണ്? റയറ്റ് വാരി സമ്പ്രദായം. ഏത് ഭൂനികുതി വ്യവസ്ഥയിലാണ് നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്? റയറ്റ് വാരി സമ്പ്രദായത്തിലാണ്. ഏത് ഭൂനികുതി വ്യവസ്ഥയിലാണ് നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്? റയറ്റ് വാരി സമ്പ്രദായം. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 1822 അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായം ഏത്? മഹൽവാരി സമ്പ്രദായം. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 1822 അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായം ഏത്? മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ഹോൾട്ട് മക്കൻസി. മഹൽവാരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ഹോൾട്ട് മക്കൻസി. ഇനി ചെറിയൊരു ബോക്സിൽ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചുള്ള പോയിന്റുകളാണ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പു ഭട്ട്, രംഗ് ഭട്ട്, വിനായക് ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പു ഭട്ട്, രംഗ് ഭട്ട്, വിനായക് ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ ഒരു പരമ്പരാഗത വൈദ്യ കുടുംബത്തിൽ നിന്നുള്ള പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ കേട്ടോ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ ഒരു പരമ്പരാഗത വൈദ്യ കുടുംബത്തിൽ നിന്നുള്ള പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. മലയാളം അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ. അപ്പോൾ മലയാളം അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഈ കൃതിയെ മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ് കേട്ടോ. ഈ കൃതിയെ മലയാളം, ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോഴേ എത്രത്തോളം നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തുടർന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള പ്രചോദനം കൂടിയാണത്. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റും തീർച്ചയായിട്ടും അറിയിക്കാം. താങ്ക് യു.